നമസ്കാരം. സകലതിനെയും സ്വീകരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ്. സകലതിനെയും സ്വീകരിക്കുക. ആളുകൾ എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ദുഃഖമാണ്, പ്രശ്നങ്ങളാണ്, അസന്തുഷ്ടിയാണ്, എന്നും ഞങ്ങൾ ദുഃഖത്തിൽ കഴിയാണ്, ഞങ്ങൾക്ക് സുഖമില്ല, ഈ ദുഃഖം ഞങ്ങളെ പ്രശ്നത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായ കാര്യം മറ്റൊന്നുമല്ല, സകലതിനെയും സ്വീകരിക്കുക. എങ്ങനെയാണ് നമ്മൾ സകലതിനെയും സ്വീകരിക്കുക? നമ്മൾ സുഖം എന്ന് പറയുന്നത് നിലകൊള്ളുന്നത് ദുഃഖത്തിലാണ്. സുഖവും ദുഃഖവും എന്ന് നമ്മൾ വിളിക്കുന്ന രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. സുഖമില്ലെങ്കിൽ ദുഃഖമില്ല, ദുഃഖമില്ലെങ്കിൽ സുഖവുമില്ല. നമ്മളിത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ അവിടം വിട്ടു പോവുകയാണ്. എങ്ങനെ അവിടം വിട്ടു പോകും? അത് മറ്റൊന്നുമല്ല, ദുഃഖം വരുമ്പോൾ അയാൾക്കറിയാം ഇത് സുഖത്തിൻ്റെ, വരാനിരിക്കുന്ന ഏതൊരു സുഖത്തിൻ്റെ, ഏതൊരു നല്ല കാലത്തിൻ്റെ, നല്ല സമയത്തിൻ്റെ ഒരു ചവിട്ടുപടിയാണ്. ചവിട്ടുപടിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ എനിക്ക് സുഖം മാത്രം മതി എന്ന് പറയുന്നത് ശരിയായൊരു കാര്യമല്ല. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും. പക്ഷെ നമ്മൾ അതിൽ നിന്നും ഒരുപടി സമ്പൂർണ്ണതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ ആനന്ദത്തിൻ്റെ ഒരു സംഗീതം പൊഴിയും. ആനന്ദത്തിൻ്റെ സംഗീതം പൊഴിയുവാനാണ് എല്ലാം ഈശ്വരൻ നമുക്കായി അത്രയ്ക്കും വ്യക്തമായ രീതിയിൽ തുറന്നു വച്ചിരിക്കുന്നത്. ഇതൊന്നും അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്തിനാണ് ഈശ്വരൻ ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തിനാണ് ദുഃഖം? എന്തിനാണ് പ്രശ്നങ്ങൾ? പ്രശ്നങ്ങളില്ലെങ്കിൽ സുഖമില്ല, യുദ്ധമില്ലെങ്കിൽ സമാധാനവുമില്ല. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് സകലതിനെയും സ്വീകരിക്കുക. എനിക്ക് സുഖം മാത്രം മതി എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ സമാധാനമുണ്ടാവുക? അതല്ല, എനിക്ക് ദുഃഖവും എനിക്ക് വരുന്ന ദുഃഖങ്ങളും അത് സുഖത്തിൻ്റെ ഒരു മറുവശമാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് എവിടെയാണ് പ്രശ്നം? അപ്പോൾ സുഖവും ദുഃഖവും നമ്മൾ സ്വീകരിക്കുന്ന പോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇരുട്ടും വെളിച്ചവും. ഒരാൾ പറയാണ്, എനിക്കെപ്പോഴും വെളിച്ചമാണ് മതി, വെളിച്ചം മതി, അല്ലെങ്കിൽ വെളിച്ചമേ ഉള്ളൂ, രാത്രി വേണ്ട, പകല് മതി. ഈ പകലിന് നമ്മൾ ശോഭനീയമാക്കുന്നതും രാത്രിയെ നമ്മൾ ശോഭനീയമാക്കുന്നതും ഒക്കെ ഈ രാത്രിക്ക് പകരമായി പകലുള്ളതുകൊണ്ടും പകലിന് പകരമായി രാത്രിയുള്ളതും കൊണ്ടുമാണ്. ഇത് രണ്ടും കൂടി നിൽക്കുമ്പോഴാണ്, ആ വന്നും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സുഖം, അനുഭവം നമ്മളിലേക്ക് കടന്നു വരുന്നത്. സൂര്യൻ ഉദിക്കുന്നു, നമ്മൾ സൂര്യോദയം കാണുന്നു. അപ്പുറത്ത് നമ്മൾ സൂര്യാസ്തമയം കാണുന്നു. സൂര്യോദയവും സൂര്യാസ്തമനവും. ഉദിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നത് കൊണ്ടാണ് വീണ്ടും അത് ഉദിക്കുന്നത്. ഉദയവും അസ്തമയവും അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പൂർണ്ണമായും നമ്മൾ ഇവിടെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റില്ല. കുറേ ദൂരത്തേക്ക് മാറിയിരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ സുഖവും ദുഃഖവും പോലെ തന്നെ, ഇരുട്ടും വെളിച്ചവും പോലെ തന്നെ ഉദയവും അസ്തമയവും നമുക്കില്ലാതെ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കൂ, സ്നേഹിക്കുന്ന ഒരാൾ, അച്ഛനിൽ സ്നേഹമുണ്ട്, അമ്മയിൽ സ്നേഹമുണ്ട്, എനിക്ക് സ്നേഹം മാത്രം മതി, എന്നെ ദേഷിക്കാൻ പാടില്ല, എന്നോട് വിദ്വേഷം പാടില്ല. സ്നേഹമുള്ളിടത്ത് ദേഷ്യമുണ്ടായിരിക്കും. തീർച്ചയായിട്ടും സ്നേഹം എവിടെയുണ്ടോ അവിടെ ദേഷ്യമുണ്ട്. ദേഷ്യമേ ഇല്ല എന്നൊരു സ്ഥലത്ത് ഒന്നും ഉണ്ടായിരിക്കില്ല. വികാരശൂന്യമാണ് അവിടെ. സ്നേഹമുണ്ടോ? ദേഷ്യമുണ്ട്. സ്നേഹത്തിൽ നിന്നാണ് ദേഷ്യമുണ്ടാകുന്നത്, ദേഷ്യത്തിൽ നിന്നാണ് സ്നേഹവും ഉണ്ടാകുന്നത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ്? നമുക്കറിയാം, ഇത് അതിൻ്റെ ഒരു വശം മാത്രമാണ്, ഞാൻ കാണുന്നത് അതിൻ്റെ ഒരു വശം മാത്രമാണെന്ന് കാണുന്നു. ജീവിതം എന്ന് വിളിക്കുന്ന ഒരു മനോഹരമായ അവസ്ഥയുടെ ഒരു മറുവശമാണ് മരണം. മരണമില്ലെങ്കിൽ, ഒന്ന് മരിക്കുന്നില്ലെങ്കിൽ, ഇവിടെ മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു. മരണവും ജീവിതവും അതൊരൊഴുക്കാണ്. എന്താ പറയുക, അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ, ആ നദിയിൽ കിടക്കുന്ന പോലെ അത്രയ്ക്ക് മനോഹരമാണത്. ദുഃഖം വന്ന് നോക്കൂ, ദുഃഖം വന്ന് നിങ്ങൾ കരയൂ. നമ്മൾ കരയുന്ന സമയത്ത് ദുഃഖത്തിൽ നമ്മൾ വല്ലാതെ ദുഃഖം വന്നു, കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു,
നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും എല്ലാ ദുഃഖങ്ങളും നീങ്ങിപ്പോയി, എല്ലാം നീങ്ങിപ്പോവുകയാണ്. ആ ഒരവസ്ഥയിൽ ആ ദുഃഖത്തിന് ശേഷം, ആ കരച്ചിലിന് ശേഷം ഒരു ശാന്തി അനുഭവത്തിൽ വരും. കരയുന്ന മനുഷ്യൻ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ദുഃഖം ഒഴിയുകയാണ്. അനുഭവമാണത്. കരഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലാവും. പലരുടെയും പ്രശ്നം കരയാത്തതാണ്. ദുഃഖം വരുമ്പോൾ കരയുക, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക. പിടിച്ചു വയ്ക്കരുത്. പിടിച്ചു വയ്ക്കുന്നത് എന്തിനാണ്? ആ ഒരു ഒഴുക്കിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ജീവിതം താളമായി മാറും, വളരെ രസകരമായി തീരും. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുക, വരുന്നതിനെ സ്വീകരിക്കുക, നോക്കി നിന്ന് കാണുക. അതിനെന്താണെന്ന് നോക്കി നിന്ന് നമ്മൾ കാണേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. ഒരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാർച്ച് മാസം, നല്ല ചൂടുള്ള ഒരു സമയത്ത് ഞാൻ ഒരു യാത്ര കഴിഞ്ഞു വന്നു. വീട്ടിലെത്തി ഞാൻ തണുത്ത വെള്ളം ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. ഞാൻ ഇന്നും അത് ഓർക്കുന്നതിന് കാരണം ആ ഒരു അതിൻ്റെ രസമാണ്, ആ വെള്ളത്തിൻ്റെ രുചി. ആ വെള്ളം അങ്ങനെ ഒഴുകി പോകുമ്പോൾ ഞാൻ ആ ചൂട് സമയത്താണ് വന്നിരിക്കണേ. ആകെ ഞാൻ ദാഹിച്ച് നിൽക്കുകയാണ്. ഞാൻ ആ വെള്ളം കുടിച്ച് അവിടെ വെച്ചിട്ട് ഞാൻ ഓർത്തത് മറ്റൊന്നുമല്ല, എനിക്ക് ഈ വെള്ളത്തിന്, ഞാൻ വെള്ളം ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം ഞാൻ കുടിക്കുന്ന ആളാണ്, പക്ഷേ ആ വെള്ളത്തിനൊന്നും ഇത്രയ്ക്കും ഒരു അനുഭൂതി എനിക്ക് തരാൻ സാധിച്ചില്ല. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇത്ര രുചി? ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. മറ്റൊന്നുമല്ല, ആ ചൂട്. ഞാൻ ആ ചൂടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ആ ചൂടിൽ നിന്ന് വന്നപ്പോൾ ആ വെള്ളത്തിന് എന്തെന്നില്ലാത്തൊരു സുഖം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാത്തിനും നമുക്ക് സുഖം തരുന്നത്, നമുക്ക് സന്തോഷം തരുന്നത് ഒക്കെ മറുഘടകമായ, അതിന് ഓപ്പോസിറ്റായ വശത്തു നിന്നാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങളെ നമ്മൾ ശരിയായ രൂപത്തിൽ നേരിടേണ്ടത് അത്യാവശ്യവുമാണ്. നമ്മൾ ഒരു പടി, ഒരു സ്റ്റെപ്സ് കയറി മുകളിലോട്ട് പോകുമ്പോൾ ഒരു കാലുകുത്തി, അടുത്ത കാലുകുത്തി, ഒരു കാലുകുത്തി, അങ്ങനെയല്ല നമ്മൾ നടന്നു പോകുന്നത്. ഒരു കാല് കുത്തുമ്പോൾ അടുത്ത കാൽ വയ്ക്കുന്നതിനിടയിൽ ഈ കാലിലാണ് നമ്മൾ പറയാണ് ഈ കാല് ചവിട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കാല് ചവിട്ടിയിട്ട് പിന്നെ അടുത്ത കാല് ചവിട്ടുമ്പോൾ ഈ കാലിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ സുഖം, ദുഃഖം, സ്നേഹം, വിദ്വേഷം, മനസ്സിലാക്കൂ, ഇത് പടികൾ പോലെയാണ്. നമ്മൾ ആ ഒരു പടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളിടത്ത് വിദ്വേഷമുണ്ടായിരിക്കും, മരണമുള്ളിടത്ത് ജീവിതവുമുണ്ട്. നമ്മളത് പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താ ഒരു അനുഭൂതി. നിങ്ങൾ ചില മരങ്ങളെ കാണാം, ആകാശത്തെ തൊടുന്നു. നമ്മൾ നോക്കുമ്പോൾ അത്രയ്ക്കും മുകളിലേക്കാണ് അത് യാത്ര ചെയ്തിരിക്കുന്നത്. അത്രത്തോളം മുകളിലേക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അത്രത്തോളം ഭൂമിയിലേക്കും അടിയിലേക്കും പോയിട്ടുണ്ടാവും. അതിൻ്റെ വേരുകൾ എത്രത്തോളം മുകളിലേക്ക് പോകുന്നുവോ അത്രത്തോളം അതിൻ്റെ വേരുകൾ അടിയിലേക്കും പോകുന്നുണ്ട്. അതൊരു നിയമമാണ്. എതിരായി രണ്ട് ശക്തികളാണ് എല്ലാത്തിലും. ഞാനൊന്ന് പറയുകയാണെങ്കിൽ 100 കാര്യങ്ങളുണ്ട് പറയാൻ. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പരമമായ പ്രധാനം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ വരാതിരിക്കുമോ? ജീവിതം എന്ന് പറയുന്നത് ഒരു താളമാണ്. പ്രശ്നമുണ്ടാവും, പ്രശ്നങ്ങൾ തീരും, സുഖമുണ്ടാവും, ദുഃഖമുണ്ടാവും, സ്നേഹമുണ്ടാവും, ദേഷ്യമുണ്ടാവും, കലഹമുണ്ടാവും, അത് മാറും. പണമുണ്ടാകും, പണം കുറയും. പക്ഷെ അതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളതിനെ സ്വീകരിക്കുക, തുറന്നവനാവുക. തുറന്ന് ഈ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തുറന്നവനായി സ്വീകരിക്കാനായി നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ കൂടെ നമ്മളൊരു നദിയുടെ കരയിൽ നിൽക്കുമ്പോൾ ആ നദി ഒഴുകിപ്പോകുന്നത് പോലെ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഇതൊരു വളർച്ചയാണ് നമ്മുടെ. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രശ്നവും കടന്നു പോകും. ഇത് മറ്റൊരു നല്ലതിൻ്റെ മറുഘടകമാണ്. എപ്പോഴും ഒന്നും സ്ഥായിയായി നിലനിൽക്കുന്നില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. നിങ്ങളിത് ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷയിൽ സ്നേഹപൂർവ്വം.